നമസ്കാരം. PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ PSC ആവർത്തിച്ച് ചോദിക്കുന്ന 500 ചോദ്യോത്തരങ്ങളാണ്. വെറുതെ നമ്മൾ ചോദ്യോത്തരങ്ങൾ പറഞ്ഞു പോവുകയല്ല, കൃത്യമായി ടോപ്പിക് വൈസ് തിരിച്ച് കേരള PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് എത്താറായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സിനെ തികയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ PSC ആവർത്തിച്ച് ചോദിക്കുന്ന 500 ചോദ്യോത്തരങ്ങൾ ഡേ 4ലേക്ക് കടക്കാം. ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റ് രൂപീകരണം ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 79. ഇന്ത്യൻ പാർലമെന്റിന്റെ രൂപീകരണം ഏത് ഭരണഘടനാ അനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 79. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സഭകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് എത്ര സഭകൾ ചേർന്നതാണെന്ന് ചോദിച്ചാൽ 2 സഭകൾ ചേർന്നതാണ്, ലോക്സഭയും രാജ്യസഭയും. ഇന്ത്യൻ പാർലമെന്റ് എത്ര സഭകൾ ചേർന്നതാണെന്ന് ചോദിച്ചാൽ 2 സഭകൾ ചേർന്നതാണ്, ലോക്സഭയും രാജ്യസഭയും. ഇന്ത്യൻ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകങ്ങൾ ഏതെല്ലാം? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഓർത്തോളണേ, ഇന്ത്യൻ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യകളുടെ എണ്ണം എത്രയാണ്? 550 ആണ്. ഇത് ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ ഒഴിവാക്കിയതിന് ശേഷമുള്ള കണക്കാണ്. അപ്പൊ ഇതാണ് പഠിക്കാനുള്ളത് കേട്ടോ. ലോകസഭയുടെ ഇപ്പോഴത്തെ പരമാവധി അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 550 ആണ്. അതായത് ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻസ് ഒഴിവാക്കിയതിന് ശേഷം. നിലവിൽ ലോകസഭയിലെ അംഗസംഖ്യ എത്രയാണ്? 543 ആണ്. നിലവിലെ ലോകസഭയിലെ അംഗസംഖ്യ എത്രയാണ്? 543 ആണ്. ലോക്സഭയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 543 ആണ്. ലോക്സഭയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 543 ആണ്. ലോകസഭയുടെ കാലാവധി 5 വർഷം. ലോകസഭയുടെ കാലാവധി എത്ര വർഷമാ? 5 വർഷമാണ്. ലോക്സഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ലോക്സഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭ അംഗങ്ങൾക്കിടയിൽ നിന്നുമാണ്. ലോക്സഭാ സ്പീക്കർക്ക് വോട്ടവകാശമുണ്ടോ? സാധാരണഗതിയിലില്ല. എന്നാൽ ടൈ വരുമ്പോൾ എന്താണ്? കാസ്റ്റിംഗ് വോട്ട് ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? ലോക്സഭാ സ്പീക്കറിനുണ്ട്. ഓർത്തോളനെ, ലോക്സഭാ സ്പീക്കർക്ക് വോട്ടവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിലില്ല. എന്നാൽ ടൈ എന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കാസ്റ്റിംഗ് വോട്ട് ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? ലോക്സഭാ സ്പീക്കർക്ക് ഉണ്ട്. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാ സമർപ്പിക്കേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ GV മാവലങ്കാർ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? GV മാവലങ്കാർ ആയിരുന്നു. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആണ്. നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 245. നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 245 ആണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാ? 12 ആണ്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. അതായത് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയെ ആർക്കും പിരിച്ചുവിടുവാനും കഴിയില്ല. രാജ്യസഭയെ ആർക്കും പിരിച്ചുവിടുവാനും കഴിയില്ല. എന്നാൽ രാജ്യസഭയുടെ 1/3 ഭാഗം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് 1/3 ഭാഗം ആൾക്കാർ രാജ്യസഭയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോളണേ, രാജ്യസഭയുടെ കാലാവധി ചോദിച്ചാൽ രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. ഇതിന് കാലാവധി ഇല്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഇതിനെ പിരിച്ചുവിടുവാനും കഴിയില്ല. എന്നാൽ ഈ രാജ്യസഭയിലെ അംഗങ്ങൾ എന്ത് ചെയ്യും? 1/3 ഭാഗം അല്ലെങ്കിൽ 1/3 ഭാഗം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. ഇതാണ് എല്ലാവരും തെറ്റിക്കുന്നത്.
രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് 6 വർഷം. എന്നാൽ രാജ്യസഭയ്ക്ക് എന്തില്ല? കാലാവധിയില്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്ര? 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. അതൊരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സ്. രാജ്യസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30 വയസ്സാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുവാൻ അവകാശമുണ്ടോ? ഉണ്ട്. ടൈ വരുമ്പോൾ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഉപരാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ടൈ വരുന്ന സിറ്റുവേഷൻസിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപരാഷ്ട്രപതിക്ക് ഉണ്ട്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. പാർലമെന്ററി സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ എത്രയാ? സംയുക്ത സമ്മേളനം 108 ആണ്. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 108 ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ലോക്സഭാ സ്പീക്കർ. എന്നാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ്. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സഭ ഏതാണ്? ലോക്സഭയിൽ മാത്രം. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ മാത്രമാണ്. ഒരു ധനകാര്യ ബില്ലിന്മേൽ രാജ്യസഭയ്ക്ക് എത്ര ദിവസത്തെ കാലതാമസം വരുത്തുവാൻ കഴിയും? വെറും 14 ദിവസത്തെ. ഒരു ധനകാര്യ ബില്ലിന്മേൽ രാജ്യസഭയ്ക്ക് എത്ര ദിവസത്തെ കാലതാമസം വരുത്തുവാൻ കഴിയും? 14 ദിവസത്തെ. ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. പഠിച്ചോളണം. ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. പാർലമെന്റ് ഒരു സാധാരണ സമ്മേളനം എത്ര തവണ നിർബന്ധമായും കൂടണമെന്ന് ചോദിച്ചാൽ 1 വർഷത്തിൽ കുറഞ്ഞത് 2 തവണ. ഈ 2 സമ്മേളനക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പാർലമെന്റ് ഒരു സാധാരണ സമ്മേളനം എത്ര തവണ കൂടണമെന്ന് ചോദിച്ചാൽ 1 വർഷം കുറഞ്ഞത് 2 തവണ പാർലമെന്റ് കൂടിയിരിക്കണം. ഈ 2 സമ്മേളനങ്ങൾക്കിടയിലും 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാനും പാടില്ല. ശൂന്യവേള അഥവാ 0 അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യോത്തര വേളയ്ക്കും അജണ്ടയിലെ അടുത്ത ഇനത്തിനുമിടയിലുള്ള സമയത്തെയാണ്. ശൂന്യവേള അഥവാ 0 അവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചോദ്യോത്തര വേളയ്ക്കും അജണ്ടയിലെ അടുത്ത ഇനത്തിനുമിടയിലുള്ള സമയമാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് സഭയിലാണ്? ലോക്സഭയിൽ മാത്രം. ഇങ്ങനെയുള്ള പോയിന്റ് പഠിച്ചോളണേ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് സഭയിലാ? ലോക്സഭയിൽ മാത്രം. അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭ എന്ത് ചെയ്യണം? രാജിവെക്കണം. അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭ എന്ത് ചെയ്യണം? രാജിവെക്കേണ്ടി വരും. പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. പ്രോട്ടം സ്പീക്കറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രോട്ടം സ്പീക്കറുടെ പ്രധാന ചുമതല എന്താണ്? പുതിയ ലോക്സഭാ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. പ്രോട്ടം സ്പീക്കറുടെ പ്രധാന ചുമതല എന്താണ്? പുതിയ ലോക്സഭാ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയാകാൻ സാധിക്കുമോ? സാധിക്കും. എന്നാൽ 6 മാസത്തിനകം ഏതെങ്കിലും ഒരു സഭയിൽ അംഗത്വം നേടണം. ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയാകാൻ സാധിക്കുമോ? സാധിക്കും. എന്നാൽ 6 മാസത്തിനകം ഏതെങ്കിലും ഒരു സഭയിൽ അദ്ദേഹം അംഗത്വം നേടണം. അറ്റോർണി ജനറലിന് പാർലമെന്റിലെ 2 സഭകളിലും സംസാരിക്കാൻ അവകാശമുണ്ട്. ഉണ്ട്. എന്നാൽ വോട്ടവകാശമില്ല. ആർക്ക്? അറ്റോർണി ജനറലിന്. ഓർത്തോളനെ. അറ്റോർണി ജനറലിന് പാർലമെന്റിലെ 2 സഭകളിലും സംസാരിക്കാൻ അവകാശമുണ്ടോ? 2 സഭകളിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും അറ്റോർണി ജനറലിന് സംസാരിക്കുവാൻ അവകാശമുണ്ട്. എന്നാൽ അവ ഈ 2 സഭകളിലും വോട്ട് ചെയ്യാനുള്ള അധികാരം അറ്റോർണി ജനറലിന് ഇല്ല. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 22 അംഗങ്ങൾ. അതായത് 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 22 അംഗങ്ങളുണ്ട്. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കണം? പ്രതിപക്ഷ പാർട്ടിയുടെ അംഗമായിരിക്കണം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കണം? പ്രതിപക്ഷ പാർട്ടിയുടെ അംഗമായിരിക്കണം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്.
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ലോക്സഭയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങൾ ഇതുവരെ എത്ര തവണ ചേർന്നിട്ടുണ്ട്? 3 തവണയാണ് ചേർന്നിരിക്കുന്നത്. ഒന്ന് 1961 സ്ത്രീധന നിരോധന നിയമത്തിന് വേണ്ടിയിട്ട്, 1978 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ ബില്ല് പാസ്സാക്കുന്നതിന്, 2002 പോട്ട നിയമം പാസ്സാക്കുന്നതിന്. അപ്പോൾ ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനങ്ങൾ ഇതുവരെ എത്ര തവണ ചേർന്നിട്ടുണ്ട്? 3 തവണ ചേർന്നിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? 1961 സ്ത്രീധന നിരോധന നിയമം, 1978 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ ബിൽ, 2002 പോട്ട നിയമം. പാർലമെന്ററി നടപടികൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ ആ സഭയിലെ ആകെ അംഗങ്ങളുടെ 1/10 വേണം. പാർലമെന്ററി നടപടികൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്രയാ? ആ സഭയിലെ അംഗസംഖ്യയുടെ 1/10 വേണം. പാർലമെന്ററി അംഗങ്ങൾക്ക് പ്രസംഗ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 105 ആണ്. പാർലമെന്ററി അംഗങ്ങൾക്ക് പ്രസംഗ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 105 ആണ്. ഒരു സാധാരണ ബിൽ നിയമമാകണമെങ്കിൽ എത്ര സഭകളിൽ പാസ്സാക്കണം? 2 സഭകളിലും പാസ്സാക്കണം. ഒരു സാധാരണ ബിൽ നിയമമാകണമെങ്കിൽ എത്ര സഭകളിൽ പാസ്സാക്കണം? 2 സഭകളിലും പാസ്സാക്കണം. പാർലമെന്ററി ഒരു ബിൽ നിയമമാകാൻ ആരുടെ അംഗീകാരം കൂടി വേണം? രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി വേണം. പാർലമെന്റിന്റെ ഒരു ബില്ല് നിയമമാകാൻ ആരുടെ അംഗീകാരം കൂടി വേണം? രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി വേണം. പാർലമെന്റിലെ ചോദ്യോത്തര വേളയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? വാക്കാൽ മറുപടി നൽകണം. പാർലമെന്റിലെ ചോദ്യോത്തര വേളയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് എങ്ങനെയാ മറുപടി നൽകേണ്ടത്? വാക്കാൽ മറുപടി നൽകണം. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? രേഖാമൂലം മറുപടി നൽകിയാൽ മതി. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെയാ മറുപടി നൽകേണ്ടത്? രേഖാമൂലം മറുപടി നൽകിയാൽ മതി. ഒരു അടിയന്തര പ്രാധാന്യമുള്ള പൊതുവിഷയത്തിൽ ചർച്ച നടത്താൻ ഉപയോഗിക്കുന്ന പ്രമേയമാണ് അഡ്ജോയിൻമെന്റ് മോഷൻ. ഓർത്തോളനെ, ഒരു അടിയന്തര പ്രാധാന്യമുള്ള പൊതുവിഷയത്തിൽ ചർച്ച നടത്താൻ ഉപയോഗിക്കുന്ന പ്രമേയം ഏതാണ്? അഡ്ജോയിൻമെന്റ് മോഷൻ ആണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോക്സഭയിൽ കുറഞ്ഞത് എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50 അംഗങ്ങളുടെ. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോക്സഭയിൽ കുറഞ്ഞത് എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50 അംഗങ്ങളുടെ. പാർലമെന്റ് സമ്മേളനമില്ലാത്തപ്പോൾ രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 123 ആണ്. നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടല്ലേ സുഹൃത്തുക്കളെ ഓടുന്നത്. അപ്പോൾ പാർലമെന്റ് സമ്മേളനങ്ങളില്ലാത്തപ്പോൾ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 123. കോഡ് എന്താണ്? 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ഓർഡിനൻസ് ആർട്ടിക്കിൾ 123. ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസം 6 ആഴ്ച. ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസം 6 ആഴ്ച. പാർലമെന്റിലെ ഏറ്റവും ഉയർന്ന കമ്മിറ്റി ഏതാണ്? പ്രിവിലേജസ് കമ്മിറ്റി. പാർലമെന്റിലെ ഏറ്റവും ഉയർന്ന കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് പ്രിവിലേജസ് കമ്മിറ്റിയാണ്. രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഏത് പട്ടിക പ്രകാരമാണ്? 4-ാം പട്ടിക പ്രകാരം. രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ഏത് പട്ടിക പ്രകാരമാണ്? 4-ാം പട്ടിക പ്രകാരമാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 102. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 102. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനാണ്. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും ആരാണ് നിശ്ചയിക്കുന്നത്? പാർലമെന്റ് നിയമത്തിലൂടെയാണ്. പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും ആരാ നിശ്ചയിക്കുന്നത്? പാർലമെന്റിന്റെ നിയമത്തിലൂടെയാണ്. ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? എഡ്വേർഡ് ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലയിട്ടത് എന്നാണ്? 2020 ഡിസംബർ 10. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലയിട്ടത് എന്നാണ്? 2020 ഡിസംബർ 10. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സംസദ് ഭവൻ എന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരെന്താ? സംസദ് ഭവൻ എന്നാണ്. പാർലമെന്റിന്റെ പ്രശ്നവേള അഥവാ ക്വസ്റ്റ്യൻ അവേഴ്സ് ഏത് സമയത്താണ്? സമ്മേളനത്തിന് ആദ്യ മണിക്കൂർ, അതായത് രാവിലെ 11 മണി മുതൽ 12 മണി വരെ. പാർലമെന്റിന്റെ പ്രശ്നവേള അഥവാ ക്വസ്റ്റ്യൻ അവേഴ്സ് ഏത് സമയത്താണ്? സമ്മേളനത്തിലെ ആദ്യ മണിക്കൂർ അഥവാ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ലഭിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. രാജ്യസഭയിൽ സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ലഭിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. രാജ്യസഭയുടെ
എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഒഫിഷ്യോ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത് ആരാ? ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ടോ? ഇല്ല. ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ വന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പാർലമെന്റിലെ ഒരു ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരുടെ അനുമതിയാണ് ധനകാര്യ ബില്ലുകൾക്ക് വേണ്ടത്? രാഷ്ട്രപതിയുടെ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാർലമെന്റിൽ ഒരു ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരുടെ അനുമതിയാണ് ധനകാര്യ ബില്ലുകൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയുടെ അനുമതിയാണ്. പാർലമെന്റ് അംഗമല്ലാതെ മന്ത്രിയായ ഒരു വ്യക്തി എത്ര മാസത്തിനകം പാർലമെന്റ് അംഗത്വം നേടണം? 6 മാസത്തിനകം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്റ് അംഗമല്ലാത്ത മന്ത്രിയായ ഒരു വ്യക്തി എത്ര മാസത്തിനകം പാർലമെന്ററി അംഗത്വം നേടണം? 6 മാസത്തിനകം. ഒരു സാധാരണ ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും എത്ര വായനകളിലൂടെ കടന്നു പോകുന്നു? 3 വായനകളിലൂടെ. ഒരു സാധാരണ ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും എത്ര വായനകളിലൂടെ കടന്നു പോകുന്നു? 3 വായനകളിലൂടെ. ധനകാര്യ ബില്ലുകൾ സംബന്ധിച്ച് പ്രത്യേക വ്യവസ്ഥകൾ ഏത് അനുച്ഛേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 110. ധനകാര്യ ബില്ലുകൾ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകൾ ഏത് അനുച്ഛേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 110. രാജ്യസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, ദേവഗൌഡ, AK ഗുജറാൾ, മൻമോഹൻ സിംഗ്. ഓർക്കണേ, രാജ്യസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, ദേവഗൌഡ, AK ഗുജറാള്, അതുപോലെ മൻമോഹൻ സിംഗ്. കട്ട് മോഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന കുറയ്ക്കുവാനുള്ള പ്രമേയം. കട്ട് മോഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനകൾ കുറയ്ക്കുവാനുള്ള പ്രമേയം. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? SV കൃഷ്ണമൂർത്തി റാവു ആയിരുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? SV കൃഷ്ണമൂർത്തി റാവു ആയിരുന്നു. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951, 1952. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951, 1952. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകാൻ കുറഞ്ഞത് എത്ര സീറ്റുകൾ വേണം? ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 10ൽ 1 ഭാഗമെങ്കിലും വേണം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ കുറഞ്ഞ എത്ര സീറ്റുകൾ വേണം? ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 10ൽ 1 ഭാഗമെങ്കിലും വേണം. പാർലമെന്റിന് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റുവാനും അധികാരം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 3. പാർലമെന്റിന് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റാനും അധികാരം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 3. ഒരു പാർലമെന്റ് അംഗത്തിന്റെ ശൂന്യമായ സീറ്റ് എത്ര ദിവസത്തിനകം നികത്തിയില്ലെങ്കിൽ അയോഗ്യനാക്കുമെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനകം. അതായത് സഭയെ അറിയിക്കാതെ തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? അയാൾക്ക് അയോഗ്യത കൽപ്പിക്കും. ഒരു പാർലമെന്ററി അംഗത്തിന്റെ ശൂന്യമായ സീറ്റ് എത്ര ദിവസത്തിനകം നികത്തിയില്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും? 60 ദിവസത്തിനകം. അതായത് സഭ കൂടി സഭയെ അറിയിക്കാതെ തുടർച്ചയായി ഹാജരാകാതിരുന്നു കഴിഞ്ഞാൽ 60 ദിവസത്തിനകം ആ വ്യക്തി അയോഗ്യനായിട്ട് കൽപ്പിക്കും. പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന നിയമം ഏതാണ്? പാർലമെന്ററി അയോഗ്യ ഒഴിവാക്കൽ നിയമം 1959. പാർലമെന്ററി അംഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്ന നിയമം ഏതാണ്? പാർലമെന്ററി നിയമം, അതായത് അയോഗ്യത ഒഴിവാക്കൽ നിയമം 1959. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 368. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാൻ അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. വോട്ട് ഓൺ അക്കൗണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് സർക്കാരിന് ചെലവുകൾക്കായി താൽക്കാലികമായി പണം അനുവദിക്കുന്ന നടപടിയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് സർക്കാരിന് ചെലവുകൾക്കായി താൽക്കാലികമായി പണം നൽകുന്നതിനുള്ള നടപടിക്രമം. പാർലമെന്റ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉപയോഗിക്കുന്ന നടപടി ഏതാണ്? അഡ്ജോൺമെന്റ്. ഓർത്തോളനെ, പാർലമെന്റ് സമ്മേളനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉപയോഗിക്കുന്ന നടപടിക്രമമാണ് അഡ്ജോൺമെന്റ്. പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 118. പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 118. രാജ്യസഭയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. എന്നാൽ അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുവാൻ അനുവാദമുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭയിലെ ഔദ്യോഗിക ഭാഷ എന്ന് ചോദിച്ചാൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. എന്നാൽ അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുവാൻ അനുവാദമുണ്ട്. ലോക്സഭയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷും തന്നെയാണ്. എന്നാൽ അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുവാൻ അനുവാദമുണ്ട്.
ലോക്സഭയിൽ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദിയും ഇംഗ്ലീഷും ആണെങ്കിലും അംഗങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭാഷയെ സംസാരിക്കുവാൻ അനുവാദമുണ്ട്. ലോക്സഭയിലെ ജനങ്ങളുടെ സഭ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട്. ലോക്സഭയെ ജനങ്ങളുടെ സഭ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട്. രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട്. രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയില്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയില്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്താണ്? നിയമനിർമ്മാണം. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണം. പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളുടെ മുന്നിലോ? പാർലമെന്റ് അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ? രാഷ്ട്രപതി മുമ്പിൽ, അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രപതി നിയോഗിക്കുന്ന അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിൽ. ഒരു ബിൽ രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് വരുമ്പോൾ ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? രാജ്യസഭ ചെയർമാനാണ്. ഒരു ബില്ല് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിലേക്ക് വരുമ്പോൾ ആരാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? രാജ്യസഭ ചെയർമാനാണ്. ലോക്സഭയിലെ അംഗബലം കൂടാതെ എത്ര പേർക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാം? 0. ആരെയും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നാമനിർദ്ദേശം ചെയ്യാൻ കഴിയില്ല. 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2019 ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അപ്പോൾ ലോക്സഭയിലെ അംഗബലം കൂടാതെ എത്ര പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? ഇപ്പോൾ ആരെയും നാമനിർദ്ദേശം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2019 രാഷ്ട്രപതിയുടെ ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ എടുത്തു കളഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം ഏത് മാസങ്ങളിൽ നടക്കാറ്? ബഡ്ജറ്റ് സമ്മേളനം ഫെബ്രുവരി മെയ് മാസത്തില്, മൺസൂൺ സമ്മേളനം ജൂലൈ മുതൽ സെപ്റ്റംബറില്, ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ മാസത്തിൽ. ഓർക്കണേ, ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം ഏത് മാസങ്ങളിലാണ് നടക്കാറെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് സമ്മേളനം ഫെബ്രുവരി മെയ് മാസങ്ങളിൽ, മൺസൂൺ സമ്മേളനം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ, ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ മാസങ്ങളിൽ. പാർലമെന്ററി അംഗങ്ങളുടെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ലോക്സഭയാണെങ്കിൽ സ്പീക്കർക്കും രാജ്യസഭയാണെങ്കിൽ ചെയർമാനും. പാർലമെന്ററി അംഗങ്ങളുടെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ലോക്സഭയാണെങ്കിൽ സ്പീക്കർക്കും രാജ്യസഭയാണെങ്കിൽ ചെയർമാനും. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ സംസാരിക്കാൻ അവകാശമുള്ള എന്നാൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? അറ്റോർണി ജനറൽ ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പാർലമെന്റിൽ ഏതെങ്കിലും ഒരു സഭയിൽ സംസാരിക്കാൻ അവകാശമുള്ളതും എന്നാൽ സഭയുടെ അംഗമല്ലാത്തതുമായ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് അറ്റോർണി ജനറൽ. ലോക്സഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? ഭരണകക്ഷിയിലെ അംഗങ്ങളാണ്. ലോക്സഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? ഭരണകക്ഷിയിലെ അംഗങ്ങളാണ്. രാജ്യസഭയിൽ ധനകാര്യ ബിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല, ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. രാജ്യസഭയിൽ ധനകാര്യ ബിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല, ലോക്സഭയിൽ മാത്രമേ ധനകാര്യ ബില്ല് അവതരിപ്പിക്കുവാൻ സാധിക്കുള്ളൂ. പാർലമെന്ററി അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നത് ഏത് കേസുകളിൽ നിന്നാണ്? സിവിൽ കേസുകളിൽ നിന്നും. ക്രിമിനൽ കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറസ്റ്റ് നടക്കും കേട്ടോ. അപ്പോൾ പാർലമെന്ററി അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നത് ഏതരം കേസുകളിൽ നിന്നാ? സിവിൽ കേസുകളിൽ നിന്ന് മാത്രമാണ്. ക്രിമിനൽ കേസുകൾക്ക് ലഭ്യമല്ല. അഥവാ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ പാർലമെന്ററി അംഗമായാലും അറസ്റ്റ് രേഖപ്പെടുത്തും. പാർലമെന്ററി ഡെമോക്രസിക്ക് ഉദാഹരണമായ ഒരു രാജ്യം ഇന്ത്യയും ബ്രിട്ടനും. പാർലമെന്ററി ഡെമോക്രസിക്ക് ഉദാഹരണമായ രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയും ബ്രിട്ടനും. ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാൻ അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രമേ രാജ്യസഭയ്ക്ക് ഒരു അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ പുതിയൊരു അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കാൻ അധികാരം ആർക്കാ? രാജ്യസഭയ്ക്കാണ്. രാജ്യസഭയുടെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഒരു പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കുവാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് IT വരുന്ന ഭാഗമാണ് കേട്ടോ. സൈബർ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച 100 ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിൽ സൈബർ നിയമങ്ങൾ നിലവിൽ വന്നത് ഏത് നിയമത്തിലൂടെ? ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT ആക്ട് 2000 ഇന്ത്യൻ സൈബർ നിയമങ്ങൾ നിലവിൽ വന്നത് ഏത് നിയമങ്ങളിലൂടെയാ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ IT ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഇലക്ട്രോണിക് രേഖകൾ നിയമപരമായ അംഗീകാരം നൽകുക, സൈബർ കുറ്റകൃത്യങ്ങളെ തടയുക, ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുക. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോണിക് രേഖകൾ നിയമപരമായി അംഗീകാരം നൽകുക, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുക.
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എത്ര അധ്യായങ്ങളും വകുപ്പുകളും ഉൾക്കൊള്ളുന്നു ചോദിച്ചാൽ 13 അധ്യായങ്ങളും 94 വകുപ്പുകളും. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എത്ര അധ്യായങ്ങളും വകുപ്പുകളും ഉൾക്കൊള്ളുന്നു ചോദിച്ചാൽ 13 അധ്യായങ്ങളും 94 വകുപ്പുകളും. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഭേദഗതി ചെയ്ത വർഷം 2008. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം 2008. 2008 ഇൻഫർമേഷൻ ടെക്നോളജി ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. 2008 ഇൻഫർമേഷൻ ടെക്നോളജി ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 2009 ഒക്ടോബർ 27. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? രണ്ടായി. കമ്പ്യൂട്ടർ ലക്ഷ്യമിട്ടുള്ളതും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയുള്ളതും. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. കമ്പ്യൂട്ടറിനെ ലക്ഷ്യമിട്ടുള്ളതും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളും. ഹാക്കിംഗ് ഏതുതരം സൈബർ കുറ്റകൃത്യത്തിന് ഉദാഹരണമാണ്? കമ്പ്യൂട്ടറിനെ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യത്തിന്. ഹാക്കിംഗ് ഏതുതരം സൈബർ കുറ്റകൃത്യത്തിന് ഉദാഹരണമാണ്? കമ്പ്യൂട്ടറിനെ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യത്തിന്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് ഏത് തരം സൈബർ കുറ്റകൃത്യത്തിന് ഉദാഹരണമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള കുറ്റകൃത്യം. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് ഏത് തരം സൈബർ കുറ്റകൃത്യത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയുള്ള കുറ്റകൃത്യം. ഡിജിറ്റൽ ഒപ്പുകൾ അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ നിയമപരമായി അംഗീകാരം നൽകുന്ന നിയമം IT ആക്ട് 2000. ഡിജിറ്റൽ ഒപ്പുകൾക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമപരമായ അംഗീകാരം നൽകുന്ന നിയമം ഏതാണ്? IT ആക്ട് 2000 ആണ്. സൈബർ തീവ്രവാദം അഥവാ സൈബർ ടെററിസത്തെ സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ IT ആക്ടിലെ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 66F ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സൈബർ തീവ്രവാദം അഥവാ സൈബർ ടെററിസത്തിനെ സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾക്ക് IT ആക്ടിലെ ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 66F-ലാണ്. വിവരങ്ങൾ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹാക്കിങ്ങിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 66-ലാണ്. വിവരങ്ങൾ നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹാക്കിങ്ങിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാ? സെക്ഷൻ 66-ലാണ്. ഐഡന്റിറ്റി മോഷണം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 66C-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐഡന്റിറ്റി മോഷണം ഏത് IT വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സെക്ഷൻ 66C-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാസ്വേഡ് മോഷണം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 66B-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാസ്വേഡ് മോഷണം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 66B-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിഷിംഗ് ഏത് കുറ്റകൃത്യമാണ്? സൈബർ വഞ്ചന അഥവാ സൈബർ ഫ്രോഡാണ്. ഫിഷിംഗ് ഏത് തരം കുറ്റകൃത്യമാണ്? സൈബർ വഞ്ചന കുറ്റകൃത്യമാണ്. ഇലക്ട്രോണിക് രേഖകളുടെ ദുരുപയോഗം ചെയ്യുന്നത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 65. ഇലക്ട്രോണിക് രേഖകളുടെ ദുരുപയോഗം ചെയ്യുന്നത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 65-മായി. വ്യാജ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ ഏതാണ്? സെക്ഷൻ 73 ആണ്. വ്യാജ ഇലക്ട്രോണിക് സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷ വകുപ്പാണ് സെക്ഷൻ 73. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ സുരക്ഷാ സംഭവങ്ങളോട് പ്രതികരിക്കുവാനുള്ള ദേശീയ നോഡൽ ഏജൻസിയാണിത്. അപ്പോൾ CERT എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ സുരക്ഷാ സംഭാവനകളോട് പ്രതികരിക്കുവാനുള്ള ദേശീയ നോഡൽ ഏജൻസിയാണിത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? വരും. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? വരും. സൈബർ ഭീഷണിപ്പെടുത്തൽ അഥവാ സൈബർ സ്റ്റാക്കിംഗ് എന്തുമായി ബന്ധപ്പെട്ട കുറ്റമാണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള നിരന്തരം ശല്യപ്പെടുത്തൽ. ഇമ്പോർട്ടന്റ് ആണ്. സൈബർ ഭീഷണിപ്പെടുത്തൽ അഥവാ സൈബർ സ്റ്റാക്കിംഗ് എന്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ നിരന്തരമായ ശല്യപ്പെടുത്തലുകൾ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? സെക്ഷൻ 67B പ്രകാരം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പിലൂടെയാണ് അല്ലെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 67B പ്രകാരം. അപകീർത്തിപ്പെടുത്തുന്ന വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 66A ആണ്. നിലവിൽ ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 19 ഇല്ലേ സുഹൃത്തുക്കളെ, ആ ആർട്ടിക്കിൾ 19ന്റെ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് റദ്ദാക്കിയത് കേട്ടോ. അപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഏത് വകുപ്പിലാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66A ആണ്. നിലവിൽ സുപ്രീം കോടതി ഇത് റദ്ദാക്കിയിട്ടുണ്ട്. കാരണം ആർട്ടിക്കിൾ 19 നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് റദ്ദാക്കിയത്. സൈബർ നിയമം ഇന്ത്യയിൽ എപ്പോഴാണ് ആരംഭിച്ചത്? 2000-ൽ. സൈബർ നിയമം ഇന്ത്യയിൽ എപ്പോഴാണ് ആരംഭിച്ചത്? 2000-ൽ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1930 അല്ലെങ്കിൽ 1930 ആണ്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ആണ്. IT ആക്ടിലെ സെക്ഷൻ 66-ന് കീഴിലുള്ള ശിക്ഷ എന്താണ്? 3 വർഷവും
5 ലക്ഷം രൂപ വരെ പിഴയും. IT ആക്ടിലെ സെക്ഷൻ 66 കീഴിലുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഡാറ്റ ഡിഡിലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുൻപോ രേഖപ്പെടുത്തുന്ന സമയത്തോ അതിൽ കൃത്രിമം കാണിക്കുന്നത്. ഡാറ്റ ഡിഡിലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വിവരം രേഖപ്പെടുത്തുന്നതിന് മുൻപോ രേഖപ്പെടുത്തുന്ന സമയത്തോ അതിൽ കൃത്രിമം കാണിക്കുന്നത്. സ്നൂപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മറ്റൊരാളുടെ വിവരങ്ങൾ രഹസ്യമായി ചോർത്തുന്നത്. സ്നൂപ്പിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മറ്റൊരാളുടെ വിവരങ്ങൾ രഹസ്യമായി ചോർത്തുന്നത്. സൈബർ നിയമം ലംഘിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന കോടതികളാണ് സൈബർ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ. ഇപ്പോൾ അത് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ ഭാഗമാണ്. അതുപോലെ ഹൈക്കോടതിയിൽ നമുക്ക് എന്തു ചെയ്യാം? സൈബർ നിയമം ലംഘിക്കുന്നവരെ കൈകാര്യം ചെയ്യുവാനായിട്ട് കേസ് നൽകാം. അപ്പോൾ സൈബർ നിയമം ലംഘിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന കോടതികൾ ഏതാണ്? സൈബർ അപ്പീലേറ്റ് കോടതികളും ഹൈക്കോടതികളുമാണ്. ഇതിൽ സൈബർ അപ്പീലേറ്റ് കോടതികൾ ഇപ്പോൾ എന്തിന്റെ ഭാഗമാണ്? നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ ഭാഗമാണ്. സൈബർ നിയമം ആരുടെ അധികാര പരിധിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലാണ്. സൈബർ നിയമം ആരുടെ അധികാര പരിധിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലാണ്. ഇന്ത്യയുടെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആരംഭിച്ചത്? ബാംഗ്ലൂര്, വർഷം 2001. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആരംഭിച്ചത്? ബാംഗ്ലൂര്, 2001. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നിയമസഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? നിയമ സേവാ അതോറിറ്റി അഥവാ ലീഗൽ സർവീസസ് അതോറിറ്റി. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നിയമസഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? നിയമസേവന അതോറിറ്റി, ലീഗൽ സർവീസസ് അതോറിറ്റി. IT ആക്ടിലെ സെക്ഷൻ 43 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ കേടുപാടുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം. IT ആക്ടിലെ സെക്ഷൻ 43 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ കേടുപാടുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം. സെക്ഷൻ 67 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IT ആക്ടിലാണ് കേട്ടോ. ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. സെക്ഷൻ 67 IT ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പരിധിയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ? അല്ല, ഇന്ത്യക്ക് പുറത്തു നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഇന്ത്യൻ നിയമം ബാധകമാകും കേട്ടോ. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ പരിധി ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്ത്യക്ക് പുറത്തു നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഇന്ത്യൻ നിയമം ബാധകമാകും. സ്പൂഫിംഗ് എന്നാൽ എന്ത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മറ്റൊരു വ്യക്തിയായി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സ്പൂഫിംഗ് എന്നറിയപ്പെടുന്നത്. സ്പൂഫിംഗ് എന്നാൽ എന്താണ്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മറ്റൊരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സ്പൂഫിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ അഥവാ ഇലക്ട്രോണിക് ഒപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ഇലക്ട്രോണിക് രേഖയുടെ ആധികാരികതയും വിശ്വാസവും ഉറപ്പുവരുത്തുന്നതിന്. ഡിജിറ്റൽ സിഗ്നേച്ചർ അഥവാ ഇലക്ട്രോണിക് ഒപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ഇലക്ട്രോണിക് രേഖയുടെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു. ഇലക്ട്രോണിക് ഗവേണൻസ് അഥവാ ഇ ഗവേണൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കാർ സേവനങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോണിക് ഗവേണൻസ് അഥവാ ഇ ഗവേണൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കാർ സേവനങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നൽകുന്നത്. ഡാറ്റ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പുതിയ നിയമം എന്താണ്? ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. ഡാറ്റ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പുതുക്കിയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമം ഏതാണ്? ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. ഡാറ്റ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 പ്രധാന ലക്ഷ്യം വ്യക്തികളുടെ ഡിജിറ്റൽ വിവരങ്ങൾ സംരക്ഷണം നൽകുക. ഡാറ്റ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ലക്ഷ്യം എന്താണ്? വ്യക്തികളുടെ ഡിജിറ്റൽ വിവരങ്ങൾക്ക് സംരക്ഷണം നൽകുക. ഫിഷിംഗിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉപഭോക്താക്കളെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ എന്നിവ തട്ടിയെടുക്കുക. ഫിഷിംഗിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉപഭോക്താക്കളെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡ് എന്നിവ തട്ടിയെടുക്കുക. മാൽവെയർ എന്നാൽ എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ കേടുപാടുകൾ വരുത്താൻ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് മാൽവെയറുകൾ എന്ന്. എന്താണ് മാൽവെയറുകൾ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ കേടുപാടുകൾ വരുത്താൻ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകൾ അറിയപ്പെടുന്ന പേരാണ് മാൽവെയറുകൾ. റാംസം വെയർ എന്നാൽ എന്ത് തരം മാൽവെയറുകളാണ്? കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ലോക്ക് ചെയ്ത് പണം ആവശ്യപ്പെടുന്ന മാൽവെയർ അറിയപ്പെടുന്ന പേരാണ് റാംസം വെയറുകൾ എന്ന്. അപ്പോൾ റാംസം വെയറുകൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇവ മാൽവെയറുകൾ തന്നെയാണ്. എന്നാൽ ഇവയുടെ പ്രത്യേകത എന്താ? കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ലോക്ക് ചെയ്ത് പണം ആവശ്യപ്പെടുന്ന മാൽവെയറുകളാണ് റാംസം വെയറുകൾ എന്ന് അറിയപ്പെടുന്നത്. വോം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വയം പെരുകി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെ പടരുന്ന മാൽവെയറുകൾ അറിയപ്പെടുന്ന പേരാണ് വേംസ്. അപ്പോൾ വേംസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വയം പെരുകി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ പടരുന്ന മാൽവെയറുകൾ അറിയപ്പെടുന്ന പേരാണ് വേംസ് എന്ന്.
ട്രോജൻ ഹോഴ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാധാരണ സോഫ്റ്റ്വെയറായി വേഷം മാറി വരുന്ന ദോഷകരമായ പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് പറയാം മാൽവെയർ ആണ് എന്ത് ട്രോജൻ ഹോഴ്സ് എന്നുള്ളത്. ഓർക്കണേ. അപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ സോഫ്റ്റ്വെയറായി വേഷം മാറി വരുന്ന ദോഷകരമായ പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മാൽവെയർ ആണ് ആര്? ട്രോജൻ ഹോഴ്സ്. ഫയർവാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ അനധികൃത പ്രവേശനത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് ഫയർവാൾ ഉപയോഗിക്കുന്നത്. ഫയർവാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ അനധികൃത പ്രവേശനത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് ഫയർവാൾ ഉപയോഗിക്കുന്നത്. പാസ്വേഡ് ശക്തിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വലിയ അക്ഷരം, ചെറിയ അക്ഷരം, അക്കങ്ങൾ, പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിക്കുക. പാസ്വേഡ് ശക്തിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വലിയ അക്ഷരം, ചെറിയ അക്ഷരം, അക്കങ്ങൾ, പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിക്കുക. സൈബർ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. സൈബർ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. സൈബർ സുരക്ഷാ നിയമം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2013. സൈബർ സുരക്ഷാ നയം ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2013. സൈബർ സുരക്ഷാ നയം അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പോളിസി ഇന്ത്യയിൽ ആരംഭിച്ചതെന്നാണ്? 2013. കമ്പ്യൂട്ടർ തെളിവുകൾ നിയമപരമായി അംഗീകാരം നൽകുന്ന നിയമം IT ആക്ട് 2000. കമ്പ്യൂട്ടർ തെളിവുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന നിയമം ഏതാ? IT ആക്ട് 2000. സൈബർ നിയമത്തിൽ സൈബർ സ്പേസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വെർച്വൽ ലോകത്തെയാണ് സൈബർ സ്പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വെർച്വൽ ലോകമാണിത്. ഡിജിറ്റൽ ഒപ്പ് നൽകുന്ന അധികാരി ആരാണ്? സർട്ടിഫയിങ് അതോറിറ്റിയാണ്. ഡിജിറ്റൽ ഒപ്പ് നൽകുന്ന അധികാരി ആരാണ്? സർട്ടിഫയിങ് അതോറിറ്റിയാണ്. സൈബർ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ രൂപീകരിച്ച ആദ്യത്തെ കോടതി സൈബർ അപ്പലേറ്റഡ് ട്രൈബ്യൂണൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈബർ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ രൂപീകരിച്ച ആദ്യത്തെ കോടതി സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആണ്. ഇ കൊമേഴ്സ് ഇടപാടുകൾക്ക് നിയമസാധുത നൽകുന്ന നിയമം ഏതാണ്? IT ആക്ട് 2000 ആണ്. ഇ കൊമേഴ്സ് ഇടപാടുകൾക്ക് നിയമസാധുത നൽകുന്ന നിയമം ഏതാണ്? IT ആക്ട് 2000. സ്പാം എന്നാൽ എന്ത്? അനുവാദമില്ലാതെ അയക്കുന്ന അനാവശ്യ ഇലക്ട്രോണിക് സന്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇമെയിലുകൾ അറിയപ്പെടുന്ന പേരാണ് സ്പാം എന്ന്. അപ്പോൾ എന്താ സ്പാം എന്ന് ചോദിച്ചാൽ അനുവാദമില്ലാതെ അയക്കുന്ന അനാവശ്യ ഇലക്ട്രോണിക് സന്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇമെയിലുകളെ എന്തെന്ന് വിളിക്കാം? നമുക്ക് സ്പാം എന്ന് വിളിക്കാം. സൈബർ ഡോമിസൈൽ എന്നാൽ എന്ത്? ഒരു വ്യക്തി സൈബർ ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ അധികാര പരിധി അറിയപ്പെടുന്ന പേരാണ് സൈബർ ഡോമിസൈൽ. അപ്പോൾ എന്താ സൈബർ ഡോമിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സൈബർ ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ അധികാര പരിധിയാണ്. സൈബർ ബുള്ളിയിങ് എന്നാൽ എന്ത്? ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഭീഷണിപ്പെടുത്തൽ, ശല്യപ്പെടുത്തൽ, അപമാനിക്കൽ, ഇതിനെ പിടിക്കുന്ന പേരാണ് സൈബർ ബുള്ളിയിങ് എന്ന്. എന്താ സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തൽ, ശല്യപ്പെടുത്തൽ, അപമാനിക്കൽ എന്നിവയാണ്. സെക്ഷൻ 67A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈംഗികമായി വ്യക്തമായ വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. സെക്ഷൻ 67A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈംഗികമായി വ്യക്തമായ വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ? ഹാക്കിംഗ്, ഫിഷിംഗ്, സൈബർ തീവ്രവാദം, ഐഡന്റിറ്റി മോഷണം, സൈബർ സ്റ്റാക്കിംഗ്, അശ്ലീല പ്രസിദ്ധീകരണം, ഡാറ്റ മോഷണം തുടങ്ങിയവയാണ്. സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാ? ഹാക്കിംഗ്, ഫിഷിംഗ്, സൈബർ തീവ്രവാദം, ഐഡന്റിറ്റി മോഷണം, സൈബർ സ്റ്റാക്കിംഗ്, അശ്ലീല പ്രസിദ്ധീകരണം, ഡാറ്റ മോഷണം. ഇന്റർനെറ്റ് സെൻസർഷിപ്പ് എന്നാൽ എന്താണ്? ഇന്റർനെറ്റിന്റെ ഉള്ളടക്കം നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുന്നതിനെയാണ് ഇന്റർനെറ്റ് സെൻസർഷിപ്പ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഇന്റർനെറ്റ് സെൻസർഷിപ്പ് എന്ന് ചോദിച്ചാൽ ഇന്റർനെറ്റിലെ ഉള്ളടക്കം നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുന്നതിനെയാണ് ഇന്റർനെറ്റ് സെൻസർഷിപ്പ് എന്നറിയപ്പെടുന്നത്. ഡാറ്റ ലോക്കലൈസേഷൻ എന്നാൽ എന്താണ്? ഒരു രാജ്യത്തിലെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ സൂക്ഷിക്കണമെന്ന നിയമത്തെയാണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ സൂക്ഷിക്കണം എന്നുള്ള നിയമമാണ് ഡാറ്റ ലോക്കലൈസേഷൻ നിയമം. ക്രിപ്റ്റോഗ്രാഫി എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ. ക്രിപ്റ്റോഗ്രാഫി എന്തിനാ ഉപയോഗിക്കുന്നത്? വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ. ക്രിപ്റ്റോഗ്രാഫി എന്തിനാ ഉപയോഗിക്കുന്നത്? വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സുരക്ഷിതമായും വികേന്ദ്രീകൃതവുമായ വിവര കൈമാറ്റവും രേഖപ്പെടുത്തലിനും.
ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സുരക്ഷിതമായതും വിവര കേന്ദ്രീകൃതവുമായ വിവരങ്ങൾ കൈമാറ്റവും രേഖപ്പെടുത്തലും. സൈബർ സുരക്ഷ ഓഡിറ്റ് എന്തിനാണ് നടത്തുന്നത്? ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിന്റെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. സൈബർ സുരക്ഷ ഓഡിറ്റ് എന്തിനാണ് നടത്തുന്നത്? ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിന്റെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തുന്നതിന്. കെയർവെയർ എന്നാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ ക്ഷുദ്രവെയറുകളിൽ മാൽവെയറുകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രോഗ്രാമുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തട്ടിപ്പിനെയാണ് സ്കെയർവെയറുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് സ്കെയർവെയറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിൽ ക്ഷുദ്രവെയറുകൾ അല്ലെങ്കിൽ മാൽവെയറുകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രോഗ്രാമുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തട്ടിപ്പിനെയാണ് സ്കെയർവെയർ എന്നറിയപ്പെടുന്നത്. സൈബർ നിയമവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 69 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരങ്ങൾ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കുവാനും ഡീക്രിപ്റ്റ് ചെയ്യുവാനുമുള്ള സർക്കാരിന്റെ അധികാരം. അപ്പോൾ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 69 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരങ്ങൾ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കാനും ഡീക്രിപ്റ്റ് ചെയ്യാനുമുള്ള സർക്കാരിന്റെ അധികാരം. സെക്ഷൻ 69A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതുജനങ്ങൾക്ക് ഹാനികരമായ ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുവാനുള്ള അധികാരം. സെക്ഷൻ 69A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതുജനങ്ങൾക്ക് ഹാനികരമായ ഉള്ളടക്കങ്ങൾ ബ്ലോക്ക് ചെയ്യുവാനുള്ള സർക്കാരിന് അധികാരം നൽകുന്നു. സൈബർ നിയമത്തിൽ ഇന്ത്യൻ മീഡിയറുകൾ എന്ന് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് സേവനദാതാക്കൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. സൈബർ നിയമത്തിൽ ഇന്റർമീഡിയേറ്ററുകൾ എന്ന് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് സേവനദാതാക്കളെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും. ഇന്റർമീഡിയേറ്ററിൽ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? IT റൂൾസ് 2021, അതായത് ഇന്റർമീഡിയേറ്ററി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 ഇന്റർമീഡിയേറ്ററുകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ പറയുന്നത്. VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റിൽ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ. VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റിൽ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ. സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏജൻസി കേരള പോലീസ് സൈബർ ഡോം ആണ്. സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏജൻസി കേരള പോലീസ് സൈബർ ഡോം ആണ്. സൈബർ ഡോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ല. സൈബർ ഡോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ. സൈബർ സെൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് വിഭാഗവുമായി ബന്ധപ്പെട്ട്. സൈബർ സെൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് വിഭാഗം. സൈബർ നിയമം നിലവിൽ വന്ന സമയത്ത് എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 94 വകുപ്പുകൾ. സൈബർ നിയമം നിലവിൽ വന്ന സമയത്ത് എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 94 വകുപ്പുകൾ. നിലവിൽ IT ആക്ടിൽ എത്ര വകുപ്പുകളുണ്ട്? ഭേദഗതിക്ക് ശേഷം 124 വകുപ്പുകളുണ്ട്. നിലവിൽ IT ആക്ടിൽ എത്ര വകുപ്പുകളുണ്ടെന്ന് ചോദിച്ചാൽ ഭേദഗതിക്ക് ശേഷം 124 വകുപ്പുകളുണ്ട്. സൈബർ നിയമത്തിൽ ഫേംവെയർ എന്ന് ഉൾപ്പെടുത്താമോ? അതെ, കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ സോഫ്റ്റ്വെയറുകളെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സൈബർ നിയമത്തിൽ ഫേംവെയറുകൾ എന്നത് ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലെ സോഫ്റ്റ്വെയറുകളെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്. സൈബർ നിയമം ലംഘനവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നത് എത്ര രൂപ വരെയാണ്? സെക്ഷൻ 43 പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് 1 കോടി രൂപ വരെ. സൈബർ നിയമം ലംഘനവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നത് എത്ര രൂപ വരെയാണ്? സെക്ഷൻ 43 പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് 1 കോടി രൂപ വരെ. സൈബർ സുരക്ഷ ബോധവൽക്കരണം എന്തിനാണ്? സൈബർ ഭീഷണികളെ കുറിച്ച് സാധാരണക്കാരെ പഠിപ്പിക്കാനും അവ ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ നൽകാനുമാണ് സൈബർ സുരക്ഷാ ബോധവൽക്കരണം ഉപയോഗിക്കുന്നത്. സൈബർ നിയമത്തിൽ സെർച്ച് എഞ്ചിൻ ഒരു ഇന്റർമീഡിയേറ്റർ ആയി കണക്കാക്കാമോ? തീർച്ചയായും കണക്കാക്കാം. സൈബർ നിയമത്തിൽ സെർച്ച് എഞ്ചിനുകൾ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് കണക്കാക്കാൻ കഴിയുന്നു. IT ആക്ടിലെ സെക്ഷൻ 79 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റർമീഡിയേറ്ററുകളുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IT ആക്ട് സെക്ഷൻ 79 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റർമീഡിയേറ്ററുകളുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൈബർ നിയമം എന്തുമായി ബന്ധപ്പെട്ട നിയമമാണ്? വിവരസാങ്കേതിക വിദ്യ, സൈബർ കുറ്റകൃത്യങ്ങൾ, ഇലക്ട്രോണിക് ഇടപാടുകൾ, ഇവയെല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? സൈബർ നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സൈബർ നിയമങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിവരസാങ്കേതിക വിദ്യ അഥവാ ITയുമായിട്ട്, സൈബർ കുറ്റകൃത്യങ്ങളുമായിട്ട്, ഇലക്ട്രോണിക് ഇടപാടുകളുമായിട്ട്. ഫിഷിംഗ് ഇമെയിലുകൾ എങ്ങനെ തിരിച്ചറിയാം? അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പിശകുകൾ, സംശയകരമായ ലിങ്കുകൾ, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മെയിലുകൾ. ഓർത്തോളനെ, ഫിഷിംഗ് ഇമെയിലുകൾ എങ്ങനെ തിരിച്ചറിയാൻ ചോദിച്ചാൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരിക്കും, വ്യാകരണ പിശകുകൾ ഉണ്ടായിരിക്കും, സംശയകരമായ ലിങ്കുകൾ അവയിൽ ഉണ്ടായിരിക്കും, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മെയിലുകളായിരിക്കും അവ. സൈബർ നിയമം നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് സൈബർ പോലീസ്. സൈബർ നിയമം നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന ഏജൻസിയാണ് സൈബർ പോലീസ്. സെക്ഷൻ 66D എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചുള്ള വഞ്ചന നടത്തുന്നത്.
സെക്ഷൻ 66D എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വഞ്ചന നടത്തുന്നത്. സെക്ഷൻ 66F പ്രകാരം സൈബർ തീവ്രവാദത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. സെക്ഷൻ 66F പ്രകാരമുള്ള സൈബർ തീവ്രവാദത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവാണ്. സൈബർ നിയമത്തിൽ ഗ്രീവിയൻസ് ഓഫീസർ എന്ന പദവി എന്തിനാണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കളുടെ പരാതികൾ കൈകാര്യം ചെയ്യാനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ നിയമത്തിൽ ഗ്രീവിയൻസ് ഓഫീസർ എന്ന പദവി എന്തിനാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ. ഡാറ്റ മോഷണം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 43 സെക്ഷൻ 66 എന്നിവയുടെ പരിധിയിൽപ്പെടുന്നു. ഡാറ്റ മോഷണം ഏത് വകുപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സെക്ഷൻ 43 സെക്ഷൻ 66. മൊബൈൽ ഫോൺ തട്ടിപ്പുകൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുമോ? വരുന്നു. സൈബർ നിയമം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും നെറ്റ്വർക്കുകളിലും ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ തട്ടിപ്പുകൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാണ്. സൈബർ നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിനെയാണ് സൂചിപ്പിക്കുന്നത്. സൈബർ നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് ആരെയാ സൂചിപ്പിക്കുന്നത്? കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റിനെയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വ്യക്തികൾ എന്ത് മുൻകരുതലുകൾ സ്വീകരിക്കാം? ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക, ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, സംശയാസ്പദമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വ്യക്തികൾ എന്ത് മുൻകരുതലുകൾ എടുക്കാമെന്ന് ചോദിച്ചാൽ ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക, ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഇമെയിൽ സ്പൂഫിംഗ് എന്നാൽ എന്താണ്? വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ? വ്യാജ ഇമെയിൽ ID ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹാക്കിംഗ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹാക്കിംഗ് എന്ന്. ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും വരും. പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകളും ചൂഷണങ്ങളും നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് IT ആക്ടിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ സൈബർ നിയമത്തിന്റെ അണ്ടറിൽ വരും കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സൈബർ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് വെച്ചാൽ തീർച്ചയായും വരും. പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പുകളും ചൂഷണങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സൈബർ നിയമത്തിന് കീഴിൽ വരും. സൈബർ നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഒരു വ്യക്തിയുടെ ഡേറ്റ ചോർത്തുന്നത് ഏത് വകുപ്പിലാണ് ശിക്ഷാർഹം? സെക്ഷൻ 43A, അതായത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ സ്ഥാപനം തന്നെ ആ വിവരം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സെക്ഷൻ 43A ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈബർ നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം ഒരു വ്യക്തിയുടെ ഡേറ്റ ചോർത്തുന്നതിൽ ഏത് വകുപ്പിലാണ് ശിക്ഷാർഹമാകുന്നത്? സെക്ഷൻ 43A പ്രകാരമാണ്. സെക്ഷൻ 43A എന്താ പറയുന്നത്? സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ സ്ഥാപനം തന്നെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ 43A ആ കേസ് മാറുന്നതാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് വീഡിയോകൾ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.